ഹായ് ഓൾ, ഏവർക്കും നമ്മുടെ ഒരു പാർട്ട് 2 വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു, നമ്മുടെ FRS രേഖപ്പെടുത്തേണ്ട ഒരു കേസ്. അപ്പോൾ പല ആളുകളും ചോദിച്ചിരുന്നൊരു സംശയമായിരുന്നു, ഞങ്ങൾക്ക് നമ്മുടെ ഈ ബെനിഫിഷ്യറി വാങ്ങാത്ത ആളുകളുണ്ടെങ്കിൽ, അവർ ഈ പറഞ്ഞ പോലെ THR വാങ്ങാത്തവരുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം, അവരുടെ FRS ചെയ്യേണ്ടതുണ്ടോ, അല്ലെങ്കിൽ അവർ ഈ ഒരു ഇതിൽ എണ്ണത്തിൽ കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ, 10 പേരുണ്ടെങ്കിൽ 5 പേരുടെ FRS കാണിച്ചിട്ട് 5 പേരുടെ കാണിച്ചില്ലെങ്കിൽ അത് എണ്ണത്തിൽ പേഴ്സൻറ്റേജ് കുറയുമെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ആ 5 പേരെ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ വൺസ് നോ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നല്ലോ. അതിനകത്ത് ഒരു ചെറിയ തിരുത്തുണ്ട്, ഒരു ചെറിയ ചേഞ്ച് ഉണ്ട് അതിനകത്ത്. അതായത് നമ്മുടെ പുതിയ അപ്ഡേഷൻ അനുസരിച്ച് നിങ്ങൾ ഒരു തവണ അത് നോ കൊടുത്തു എന്ന് വിചാരിക്കുക. ഞാൻ ജസ്റ്റ് നമ്മുടെ പോർഷൻ ട്രാക്കറിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾ യെസ് ആണ് കിടക്കണത്. ഈ യെസ് എന്നുള്ളത് നിങ്ങൾ നോ കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് ഈ ആദിക് ദേവ് എന്ന് പറഞ്ഞ കുട്ടിക്ക് ഈ പറഞ്ഞ പോലെ വേണ്ട, THR വേണ്ട എന്ന് അവർ പറയാമെന്ന് വിചാരിക്കാം. അങ്ങനെ വേണ്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈസ് ദ ബെനിഫിഷ്യറി വില്ലിങ് ടു ടേക്ക് THR/HCM നമ്മൾ എന്ത് ചെയ്യും, നോ കൊടുക്കും. നോ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ ആ THRൻ്റെ ലിസ്റ്റിൽ വരില്ല. അപ്പോൾ നമ്മൾ FRS ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇവർ പോവുകയും ചെയ്യും, അത് പേഴ്സൻറ്റേജ് കുറയാതെ തന്നെ നിങ്ങൾക്ക് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ വൺസ് നോ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് SLക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് ഓൾറെഡി ഇവർ പറയുന്നുണ്ട്. അതായത് സ്റ്റോപ്പ് ആവുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഏത് ബെനിഫിഷ്യറി വിൽ സ്റ്റോപ്പ് റിസീവിങ് THR/HCM. അതിപ്പോൾ നിങ്ങൾ ആ മാസത്തിൽ പിന്നീട് നിങ്ങൾ ഒരു തവണ നോ കൊടുത്തിട്ട് പിന്നെ ആ കുട്ടിയിലേക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് ആ നോ എന്നുള്ളത് യെസ് ആക്കാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ പുതിയ അപ്ഡേറ്റ് പ്രകാരം പിന്നത്തെ മാസം, ഇപ്പോൾ ജൂലൈ മാസമാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ജൂലൈ മാസത്തിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ആ മാസത്തിൽ THR വേണ്ടെന്നുള്ളത് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. പക്ഷേ പിന്നത്തെ മാസം, അതായത് ഓഗസ്റ്റ് മാസത്തിൽ ആ ബെനിഫിഷ്യറി അവർക്ക് വേണമെന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്കത് യെസ് ആക്കാൻ പറ്റും. അത് യെസ് ആക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് യെസ് സെലക്ട് ചെയ്യുമ്പോൾ സൂപ്പർവൈസർക്ക് ഒരു നോട്ടിഫിക്കേഷൻ പോവുകയാണ് ചെയ്യുക. നിങ്ങളുടെ കൺസേൺഡ് ആ പഞ്ചായത്തിലെ സൂപ്പർവൈസർക്ക് ഒരു നോട്ടിഫിക്കേഷൻ പോവും. കാരണം കഴിഞ്ഞ മാസം നോ ആയിരുന്ന കുട്ടീനെ ഈ പ്രാവശ്യം നിങ്ങൾ യെസ് ആക്കാൻ നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി സൂപ്പർവൈസർക്ക് ഒരു നോട്ടിഫിക്കേഷൻ പോവും. അങ്ങനെയുള്ളൊരു കേസ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് നമ്മൾ കഴിഞ്ഞ മാസം, അതായത് ഇപ്പോൾ ജൂൺ മാസത്തിൽ അവർ വേണ്ടാന്ന് പറഞ്ഞിരുന്നു, THR വേണ്ടാന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, നോ കൊടുത്ത് വിട്ടിട്ടുണ്ടാവും. ദെൻ നമുക്ക് പക്ഷേ ഈ മാസത്തിൽ അവർ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ 3 ടോട്ടൽ ക്ലിക്ക് ചെയ്യുക. മനസ്സിലായ? ആ 3 ടോട്ടൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ THR/HCM ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങളവിടെ നോക്കിയാൽ കണ്ട, നോ ആണ് എടുത്തിരുന്നത്. കണ്ട, അതായത് കഴിഞ്ഞ മാസം ഈ കുട്ടിക്ക് THR/HCM എന്നുള്ളത് നോ എന്നാണ് കൊടുത്തിരുന്നത്. അപ്പോൾ അത് പക്ഷേ ഈ മാസത്തിൽ വാണ്ട് ടു ചേഞ്ച് THR/HCM ഓപ്ഷൻ കണ്ട. അതായത് ഈ മാസം ഇതിൽ ചേഞ്ച് ഉണ്ടോ എന്ന് നമ്മളോട് ചോദിക്കുന്നുണ്ട്. ഇൻ കേസ് ബെനിഫിഷ്യറീസ് വില്ലിങ് ടു ടേക്ക് THR/HCM അഗെയിൻ സെൻഡ് എ റിക്വസ്റ്റ് ടു ചേഞ്ച് THR/HCM ഓപ്ഷൻ. കണ്ട, അപ്പോൾ ആ ബെനിഫിഷ്യറി കഴിഞ്ഞ മാസം വേണ്ടാന്ന് പറഞ്ഞ് നമ്മൾ നോ കൊടുത്ത ആൾ ഈ മാസം വേണമെന്ന് പറയുകയാണെങ്കിൽ ഇത് സെൻഡ് റിക്വസ്റ്റ് കൊടുക്കണം. നിങ്ങൾ കണ്ട അവിടെ സെൻഡ് റിക്വസ്റ്റ് കണ്ട നീല കളറിൽ, ആ റിക്വസ്റ്റ് നമ്മുടെ കൺസേൺഡ് സൂപ്പർവൈസർമാർക്ക് പോവും. സൂപ്പർവൈസേഴ്സ് അവരുടെ ലോഗിനിലേക്ക് കയറി ആ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് യെസ് ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് അവർ THRൻ്റെ അതിനകത്ത് വരും, അവരുടെ ഫേസ് ക്യാപ്ചറും ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ THR വിതരണം ചെയ്യാം. അപ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ താൽക്കാലികമായിട്ട് ഇപ്പോൾ ഈ ഒരു മാസത്തെ നമ്മുടെ THR 100% ആക്കാനായിട്ട് നോ കൊടുത്താലും അടുത്ത മാസം നിങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, അവരുടെ ഫേസ് ക്യാപ്ചറിങ്ങും EQISഉം ചെയ്തിരിക്കണം. അതെന്തായാലും പൂർത്തീകരിക്കണം. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനൊരു സജഷൻസ് നേരത്തെ പറഞ്ഞത്. അതായത് നിങ്ങളെല്ലാവരും ചെയ്തിട്ടിട്ട് പിന്നീട് വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, വേണ്ടാത്തവരെ നോ കൊടുത്ത് വിട്ടാൽ മതിയല്ലോ, കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഞാൻ നേരത്തെ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഒരു തവണ നോ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു. അത് ആ മാസത്തിൽ പിന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷേ പിന്നത്തെ മാസത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങളത് എന്ത് ചെയ്താൽ മതി, സൂപ്പർവൈസർ റിക്വസ്റ്റ് പോയി അത് സൂപ്പർവൈസർ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ യെസ് ആയിട്ട് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഇതിൻ്റെ പാർട്ട് 1ൽ പറഞ്ഞപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് തിരുത്തിയിട്ട് പാർട്ട് 2 ഇറക്കിയതാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.